പിന്നെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അത് ഇത്തിരി സന്തോഷമൊന്നുമല്ല, വലിയ സന്തോഷമാണ്. ദേ എൻ്റെ നെല്ലിക്കുട്ടൻ നന്നായിട്ട് പൂത്ത് നിൽക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ചിലരൊക്കെ പറയുവേ ഇങ്ങനെ, അതായത് ചെടി നട്ടു, വഴുതനയിൽ പൂവുണ്ടായി, പൊഴിഞ്ഞു പോയി, അതോടെ നിരാശയായി, ഞങ്ങൾ നിർത്താൻ പോണു. അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. കാരണം വെച്ചാൽ നമുക്ക് മനുഷ്യർക്ക് പനിയും ചുമയും ഒക്കെ വരുന്ന പോലെയാണ് ഇവർക്ക് ഓരോ അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കുറേ പൂവൊക്കെ പൊഴിഞ്ഞു പോയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. 6 മാസം കൊണ്ട് കായ്ക്കുന്ന മുരിങ്ങ ഞാനിപ്പം മുറിച്ച് നിർത്തിയിട്ട് ആയി വരുക. എൻ്റെ തക്കാളിക്കുട്ടൻ ദേ ആയി വരുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആള് താരം. കുഞ്ഞുട്ടനെന്നാണ് ഞാൻ വിളിക്കണത്. വരിക്കപ്ലാവ നമുക്ക് നല്ല 2 ചക്കക്കൂട്ടന്മാരെ തന്നു. 1000 രൂപയും കൊണ്ട് നമുക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മാസത്തേക്ക് നമുക്ക് പച്ചക്കറി മേടിക്കാൻ പറ്റും. പക്ഷേ ആ പച്ചക്കറിയല്ല ഈ പച്ചക്കറി. ഇത് മുന്തിരിമുളക്. നോക്കിയേ, വേണമെങ്കിൽ ഒരു പാത്രത്തിൽ പറിച്ചിട്ടാൽ മുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങ എന്നല്ലേ പറയുള്ളൂ. ഇങ്ങനെ ഒരു പച്ചപ്പൊന്നും ഇല്ലാണ്ട് ഒരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. കാരണം ഇത് നമ്മൾ നട്ടുവെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഓടി ഇവരുടെ അടുത്തേക്ക് വരും. അവരത് നന്നായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. നമുക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ മറന്നുപോകും. 2.5 സെന്റിൽ ഒരു വീട് വയ്ക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എന്നാൽ തന്റെ 2.5 സെന്റ് പുരയിടത്തിൽ മാവ്, പ്ലാവ്, നെല്ലി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള വിളകൾ കൃഷി ചെയ്ത് അത്ഭുതപ്പെടുത്തുന്ന ഒരു വീട്ടമ്മയുണ്ട് തൃക്കാക്കരയിൽ. മിനി ശ്രീകുമാർ. തന്റെ വിളകളെല്ലാം കൂട്ടുകാരെ പോലെയാണ് മിനി ശ്രീകുമാറിന്. സ്ഥലമുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതിരിക്കുന്നവർക്ക് തീർച്ചയായും മാതൃകയാണ് വെറും 2.5 സെന്റ് സ്ഥലത്ത് ഇത്രയധികം വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്രീമതി മിനി ശ്രീകുമാർ. ഞാൻ മിനി ശ്രീകുമാർ. എറണാകുളം കളമശ്ശേരി തൃക്കാക്കര അമ്പലത്തിനടുത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ഈ കുഞ്ഞി കൃഷി എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ കാണാം. കൃഷി എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. കുഞ്ഞി സാധനങ്ങൾ ഓരോരുത്തരെയൊക്കെ ആയിട്ട് ഞാൻ നട്ടുവെച്ചിരിക്കുന്നത്. അത്രയൊക്കെ ഉള്ളൂ. വലിയ കൃഷിയോ കൃഷിക്കാരിയോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ പല സ്ഥലത്തും പറഞ്ഞ കാര്യം തന്നെയാണിത്. എന്നാലും അത് തന്നെ വീണ്ടും പറയണു. ഞാൻ വലിയ കൃഷിക്കാരിയാണെന്ന് അവകാശപ്പെടുന്നില്ല. എനിക്ക് കൃഷിയുണ്ടെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പിന്നെ നമ്മുടെ സന്തോഷത്തിനുള്ള ഓരോരോ ആൾക്കാർ ഇങ്ങനെ എൻ്റെ കൂടെയുണ്ട്. അവരെ കാണിച്ചു തരാം. അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊരു കണിക്കൊന്നയാണേ. കണ്ടോ, നിറച്ച് പൂവൊക്കെ ആയിട്ട്. ഇത് എൻ്റെ കുഞ്ഞി കൃഷി തന്ന സൗഭാഗ്യമാണെന്ന് ഞാൻ പറയാം. എന്താണെന്നറിയോ, സിന്ധു ജോസ് എന്ന് പറഞ്ഞിട്ട് ആലുവയിലുള്ളൊരു പുള്ളിക്കാരിയാണ്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ വീഡിയോ കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് തോന്നിയത് ഇവിടെ ഒരു കൊന്നയുടെ, എൻ്റെ ഇത് കൃഷിയിടത്തിലൊരു കൊന്നയുടെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എനിക്ക് തന്നതാണിത്. എന്നും കണി കാണണം, ഐശ്വര്യമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ പോലും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ എനിക്ക് കിട്ടിയത് എൻ്റെ ഈ കുഞ്ഞി കൃഷിയിലൂടെയാണ്. അതുതന്നെയാണ് ഈ കുഞ്ഞി കൃഷി എനിക്ക് തരുന്ന സന്തോഷവും എൻ്റെ സൗഭാഗ്യങ്ങളും എല്ലാം. ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ടായിട്ടുണ്ട് ഈ കൃഷി മൂലം. അതിൽ കുഞ്ഞിക്കുട്ടികളും ഇട്ടുണ്ട് കേട്ടോ. അവർ വരെ എൻ്റെ കൃഷി കണ്ടിട്ട് കൃഷി തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ശീതകാലം വരാൻ പോവല്ലേ. അപ്പോൾ ശീതകാല പച്ചക്കറികൾ നമ്മൾ നടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതൊക്കെ. ക്യാരറ്റ്, ഇതൊരു പരീക്ഷണം കേട്ടോ. ഇതേ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാമല്ലോ ക്യാരറ്റിനൊരു മാക്സിമം വലിപ്പം നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ഇതിൽ നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്, എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ടുണ്ട്. ബീറ്റ്റൂട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നേരിട്ട് ഇതിലേക്ക് വിത്ത് പാകി മുളപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഇവരൊക്കെ, ഇതൊരു സുന്ദരിക്കുട്ടി ജമന്തിയാണ്. മഞ്ഞ, നിറയെ മൊട്ടായി വരുന്നുണ്ട്. വിരിഞ്ഞിട്ടില്ല പൂവല്ലാതെ നിറയെ മൊട്ടാണ്. ഇപ്പോൾ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ, നല്ല സുന്ദരിയാണ്. ബേസിൽ ലീവ്സ് എന്ന് പറഞ്ഞിട്ടേ ഒരു വിദേശിയാണ്. വിദേശി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നന്നായിട്ട് ഇത് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പാസ്ത അങ്ങനത്തെ സാധനങ്ങൾക്ക്. പിന്നെ ഒത്തിരി മെഡിസിനിലാന്നൊക്കെ പറയാനുണ്ട്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതും എൻ്റെ കുഞ്ഞിക്കൃഷി തന്നൊരു സൗഭാഗ്യത്തിലാണ്. ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പിള്ളേർ ഇവിടെ വന്ന് എൻ്റെ കൃഷി കാണാനും എന്നെ ആദരിക്കാനായിട്ട് വന്നപ്പോൾ അവർ തന്നതിലുള്ളതാണ് ഇത്. ഇതെല്ലാം ഞാൻ പാകി വെച്ചേക്കുന്ന ആൾക്കാരാണ്. അത് ക്യാബേജും കോളിഫ്ലവറും ഒക്കെയാണ്. പിന്നെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അത് ഇത്തിരി സന്തോഷമൊന്നുമല്ല, വലിയ സന്തോഷമാണ്. എൻ്റെ നെല്ലിക്കുട്ടൻ നന്നായിട്ട് പൂത്ത് നിൽക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. കഴിഞ്ഞ തവണ പക്ഷെ കായൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ പൂക്കുമെന്ന് നമ്മളിങ്ങനെ അറിയിച്ചു. എന്നെ നിങ്ങൾ കളയല്ലേ, ഞാൻ പൂക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ അറിയിച്ചു. ഇതിൻ്റെ ഇലയിലാണ് പൂ വരണേ. ഈ ഇലയുടെ അടിയിൽ നിറച്ച് പൂവാണ്. കണ്ടോ, ഇതിലാണ് നമുക്ക് നെല്ലിക്ക ഉണ്ടാവണം. എല്ലാ ചില്ലയും പൂത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ചില്ലയും നല്ലതായിട്ട് പൂത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു നെല്ലിക്കെങ്കിലും കിട്ടുമായിരിക്കും, ഞാൻ അങ്ങനെ വിചാരിക്കുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമുക്കിപ്പോൾ പൂത്ത് കൊട്ടക്കണക്കിന് നെല്ലിക്ക പറിച്ച് അങ്ങോട്ട് കച്ചവടം നടത്താമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരെണ്ണം കിട്ടിയാൽ മതി, അത് നമുക്ക് സന്തോഷം. അപ്പോൾ ചിലരൊക്കെ പറയുവേ ഇങ്ങനെ, അതായത് ചെടി നട്ടു, വഴുതനയിൽ പൂവുണ്ടായി, പൊഴിഞ്ഞു പോയി, അതോടെ നിരാശയായി, ഞങ്ങൾ നിർത്താൻ പോണു. അങ്ങനെ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. കാരണം വെച്ചാൽ നമുക്ക് മനുഷ്യർക്ക് പനിയും ചുമയും ഒക്കെ വരുന്ന പോലെയാണ് ഇവർക്ക് ഓരോ അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കുറേ പൂവൊക്കെ പൊഴിഞ്ഞു പോയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പോയി അത് കഴിഞ്ഞ് പിന്നെ അവർ തരും നമുക്ക് നന്നായിട്ടേ. ഇവിടെയൊക്കെ വഴുതനയായിരുന്നു കേട്ടോ.
നമ്മൾ കുറച്ച് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ട്രിം ചെയ്ത് നിർത്തും. അപ്പോഴാണ് നന്നായിട്ട് ഉണ്ടാവുന്നത്. ഇത് കണ്ടോ, മുട്ടയടിച്ച് നിർത്തിയതിൽ വരുന്ന വഴുതനയാണ് കണ്ടോ. ഇവിടെ ചില്ലയൊക്കെ വെട്ടിക്കളഞ്ഞ് നിർത്തിയിരിക്കുക. പിന്നെ ഇതെൻ്റെ കുറ്റിക്കുരുമുളക്. കുറ്റിക്കുരുമുളക് ഇപ്പം പറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായതാണ്, ഇനി മൂത്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ കറിവേപ്പുണ്ട് കേട്ടോ, 3-4 മൂട്. ഞാൻ കറിവേപ്പിലൊന്നും കടയിൽ നിന്ന് മേടിക്കാറേ ഇല്ല കേട്ടോ. എന്താണെന്ന് അറിയാം, ഏറ്റവും കൂടുതൽ വിഷം നമുക്ക് വരുന്നത് കറിവേപ്പിലേന്നാണ്, കടയിൽ നിന്ന് മേടിക്കുന്നതിലേ. അവിടെ 2 മൂട് കറിവേപ്പില നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് 6 മാസം കൊണ്ട് കായ്ക്കുന്ന മുരിങ്ങ. ഞാനിപ്പം മുറിച്ച് നിർത്തിയിട്ട് ആയി വരുക. പിന്നെ ഇതാ അകത്തിച്ചീര, ഇത് അകത്തി എന്നാണ് പറയണത്. അകത്തിയുടെ പൂവും ഇലയും ഒക്കെ നമ്മളെടുക്കും. എൻ്റെ തക്കാളിക്കുട്ടൻ ദേ ആയി വരുന്നതേ ഉള്ളൂ. മുരിങ്ങ കേട്ടോ, ഇതാ നോക്ക്, കമ്പ് അങ്ങോട്ട് ആയി വന്നപ്പോഴേ പൂവാണേ, നിറച്ച് പൂവിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കണ്ടോ, മുരിങ്ങക്കായ ഒന്നും വീണിട്ടില്ല, എന്നാലും അത് പിടിച്ച് നിറയെ പൂത്തു. അത് ഭയങ്കര സന്തോഷമല്ലേ. ബക്കറ്റിലാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം പുതിയ ആൾക്കാരാണ്. വഴുതനകൾ, പല വെറൈറ്റി വഴുതനകളുണ്ട്, കുറേ തരം വഴുതനയുണ്ട് എനിക്ക്. ഇതൊക്കെ വഴുതനകൾ. ഇത് ക്യാപ്സിക്കം. ഇതാണ് നമ്മുടെ ആള്, താരം. ഇവനെ കണ്ടിട്ടാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത്. കുഞ്ഞൂട്ടനെന്നാണ് ഞാൻ വിളിക്കണത്. കാരണം വെച്ചാൽ വരിക്കപ്ലാവ നമുക്ക് നല്ല 2 ചക്കക്കൂട്ടന്മാരെ തന്നു. ഭയങ്കര സന്തോഷമാണ്. ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതിപ്പം വെച്ചിട്ട് ഭയങ്കര ചക്ക കിട്ടുമെന്നുള്ള പ്രതീക്ഷകളൊന്നും വെച്ചൊന്നുമല്ല. ഞാൻ പ്ലാവിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ട്, പിന്നെ പ്ലാവ് ചട്ടിയിൽ വെക്കാനും പറ്റാത്തത് കൊണ്ട് ഇതിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ലോണം പിടിക്കുകയും ചെയ്തു. നമുക്ക് നല്ല 2 ചക്കക്കുട്ടന്മാരെ തരികയും ചെയ്തു. സന്തോഷമാണ്. നമ്മളിപ്പോൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ പറയാം, നമ്മളീ മുടക്കുന്നത് നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു തവണ ഇപ്പം ചാണകപ്പൊടി അതും ഇതെല്ലാം കൂടെ മേടിക്കുമ്പോൾ ഒരു 1000 രൂപയുടെ അടുത്ത് വരും. ആ 1000 രൂപയും കൊണ്ട് നമുക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മാസത്തേക്ക് നമുക്ക് പച്ചക്കറി മേടിക്കാൻ പറ്റും. പക്ഷേ ആ പച്ചക്കറിയല്ല ഈ പച്ചക്കറി. അപ്പോൾ ആ തക്കാളി 1 കിലോ മേടിക്കുന്നതും നമ്മുടെ തക്കാളി എന്ന് ഒരെണ്ണം എടുത്ത് നമ്മളെടുക്കുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് വേണമെങ്കിൽ എൻ്റെ തക്കാളി കൊണ്ടുപോയി കഴുകാതെ പോലും എനിക്ക് ധൈര്യമായിട്ട് കറി വയ്ക്കാം. കഴുകിയില്ലെങ്കിൽ പോലും അതിലിച്ചിരി പൊടി മാത്രമേ പിടിച്ചിരിക്കുകയുള്ളൂ, വിഷമില്ല. പൊടിയകത്ത് ചെന്നാലും നമ്മൾ ചത്തൊന്നും പോകാൻ പാടില്ല. പക്ഷേ മറ്റേതില്ല, അങ്ങനെയല്ല. അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും അതും തമ്മിൽ നല്ല പോലെയുണ്ട്. ഇതൊരു കുടംപുളി. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടം. അത് കാരണം അതൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇത് റെഡ് ജാക്ക്, ചുമലച്ചുളയുണ്ട്. ഇനിയിപ്പോൾ ഇവനായിരിക്കും കേട്ടോ താരം. കാരണം ഇവനിപ്പോൾ കായ്ക്കാറായിട്ടുണ്ട്, 3ാമത്തെ വർഷമാണ് ആവുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ കാണുന്നതിലാട്ടോ സന്തോഷം. ഇങ്ങനെയുള്ളതിലൊക്കെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് അതിശയപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്ലാവൊക്കെ വലിയ മരമല്ലേ. പ്ലാവ് വലിയ മരം തന്നെയാണ്, പക്ഷേ ഇത് ഗ്രാഫ്റ്റഡ് ആണ്. മറ്റേ മരം പോലെ വലിയ വൻമരം ആവുന്നതല്ല. ഇത് സ്റ്റീവിയ എന്ന് പറഞ്ഞ ചെടിയാണ്. സ്റ്റീവിയ എന്ന് പറയുന്ന ഈ എന്താ പറയണ്ടേ, ഡയബറ്റിക്സ് ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ച് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് സ്റ്റീവിയ. ഇത് മുന്തിരിമുളക്. ഇത് നോക്കിയേ, വേണമെങ്കിൽ ഒരു പാത്രത്തിൽ പറിച്ചിട്ടാൽ മുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങ എന്നല്ലേ പറയുള്ളൂ. ഇതാ നോക്ക്, നിറച്ചുണ്ട്. നല്ല സൂപ്പറാട്ടോ. പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. പേരയ്ക്കയും വെച്ചേക്കണ ഒരു കുഞ്ഞു ഡ്രമ്മിലാണേ. കാശ്മീരി മുളകാണേ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന, ഞാനിവിടെ മുളകൊക്കെ മേടിച്ച് ഞെട്ടൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ട് പൊടിച്ചാൽ എടുക്കണം നമ്മുടെ വീട്ടാവശ്യത്തിന്. അപ്പം നിറം കിട്ടാൻ വേണ്ടി, മറ്റേ മുളകിന് അധികം നിറം ഉണ്ടാവില്ല പൊടിക്ക്. അപ്പം നിറം കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളകും കൂടെ മേടിക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വിത്തെടുത്തിട്ട് വെച്ചേക്കുവാണ്. അതിൽ നിന്ന് നിറയെ ഉണ്ടായി കേട്ടോ. അപ്പം ഞാൻ ഇനി അടുത്ത തവണ പൊടിക്കാൻ പോകുമ്പോൾ കാശ്മീരി മുളക് മേടിക്കില്ല, എൻ്റെ മുളക് ഉണക്കി അത് ചേർക്കും. പിന്നെ പേരയ്ക്കാക്കൊണ്ട് ഇത് കിലോ പേരാന്ന് പറയണതാണേ. കുറേ കിട്ടി കേട്ടോ നമുക്ക്. ഇത് ഉണ്ടാവുന്നുണ്ട്, എപ്പോഴും ഉണ്ടാവും. നമ്മൾ എടുത്തു കഴിഞ്ഞാലും അടുത്ത ട്രിപ്പ് ആളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞു ഡ്രമ്മിലാണ് അത് വെച്ചേക്കണം, ഇച്ചിരി സ്ഥലത്ത്. ചിലർ പറയും എനിക്ക് ഭയങ്കര വൃത്തിയാണ്, എനിക്ക് പരിസരമൊക്കെ വൃത്തിയായിട്ട് കിടക്കണം. അങ്ങനെ ഞാനും വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്കുള്ള സ്ഥലമേ ഉള്ളൂ. ഇവിടെ കണ്ടോ, ഇത്രയേ ഉള്ളൂ, നടക്കാനുള്ള സ്ഥലമേ ഇവിടെ ഉള്ളൂ. ഇതെല്ലാം അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ക്ലീനായിട്ട് കിടക്കും. പക്ഷേ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഇച്ചിരി വൃത്തിക്കുറവുണ്ടെന്ന് പറയാം. കാരണം എനിക്കിത് ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. ഇങ്ങനെ ഒരു പച്ചപ്പൊന്നും ഇല്ലാണ്ട് ഒരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. കാരണം ഇത് നമ്മൾ നട്ടു വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഓടി ഇവരുടെ അടുത്തേക്ക് വരും. അവരത് നന്നായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. നമുക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ മറന്നുപോകും ഇവരെ കാണുമ്പോഴത്തേക്ക്. കാരണം നമുക്ക് ഇല്ലെങ്കിലുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വിഷമമാണ്, നമ്മൾ അവിടെ അങ്ങ് കിടക്കും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിൽ എന്നാൽ നിന്ന് എണീക്കേണ്ട. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ രാവിലെ എണീറ്റ് ഇട്ടോ എന്ന് പറഞ്ഞ് ഇവരുടെ അടുത്തേക്കാണ് വരണേ. അതൊരു ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന കാര്യം കേട്ടോ നമുക്ക്. നമ്മൾ ലാഭമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പം വേണമെങ്കിൽ വിമർശിക്കാം,
അങ്ങനെ എന്ത് വിളവുണ്ടെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഇത് പച്ചപ്പും ഇതുമൊക്കെ കാണുമ്പോൾ ഉള്ള നമുക്ക് സന്തോഷം, അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഒത്തിരി പേര് അങ്ങനെ പറയുന്നുണ്ട്, കുഞ്ഞി പിള്ളേർ വരെ അവർ അത് കണ്ടിട്ട് ചെയ്തു തുടങ്ങി. ചേർത്തലയിലുണ്ട് ഒരു മോള്, അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുക, അവളും നല്ല രീതിയിൽ എൻ്റെ ഇത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ തളിപ്പറമ്പ് അവിടെയുണ്ട് ഒരു തീർത്ഥക്കുട്ടി, അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുക. അവൾ എൻ്റെ കൃഷി കണ്ടിട്ട് അവൾ നല്ല രീതിയിൽ തന്നെ ചെയ്തു തുടങ്ങി. അമ്മയോട് വഴക്കിട്ട് ഗ്രോ ബാഗും അത് ലോക്ക്ഡൗൺ സമയത്തായിട്ടും കൂടി അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. കുഞ്ഞുങ്ങൾക്കും കൂടി ചെയ്യാനായിട്ട് തോന്നുന്നു പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ നമ്മുടെ ഇത് കണ്ടിട്ട് വേറൊരാളും കൂടി അതിലേക്ക് വരിക, നമ്മളതിനൊരു കാരണമാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ട് എന്താ പറയണ്ട. ഇപ്പം ഒത്തിരി പേര് നമ്മളെ പുറത്തിറങ്ങിയാലും ഒക്കെ തിരിച്ചറിയുന്നുണ്ട്, ചേച്ചിയല്ലേ. അപ്പം എൻ്റെ ഈ ചട്ടിയിലൊക്കെ ഒരു കുപ്പി കണ്ടോ, കുപ്പി അടച്ചു വെച്ചേക്കണത് അതെന്താണെന്നറിയോ? നമ്മൾ അടുക്കളയിലെ വേസ്റ്റില്ലേ, നമ്മുടെ ഈ വെള്ളം കുടിച്ചിട്ട് നമ്മൾ വലിച്ചെറിയണ കുപ്പിയാണ്. അപ്പം നമ്മൾ വലിച്ചെറിയണ്ട, ആ കുപ്പിയുടെ മുകൾ വശം ഉണ്ടല്ലോ, അത് വശം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇറക്കി വെക്കും. മൂട് വശം കട്ട് ചെയ്തിട്ട് ആ അടപ്പ് മാറ്റിയിട്ട് ആ അടപ്പുള്ള വശം മണ്ണിലേക്ക് കുഴിച്ച് വയ്ക്കും. എന്നിട്ട് നമ്മുടെ അടുക്കള വേസ്റ്റൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി. അടച്ചു വെച്ച് ഇത്തിരി ന്യൂസ് പേപ്പർ മുകളിലിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സ്ലറി ഇതിലേക്ക് ഇറങ്ങി ചെല്ലും. അപ്പോൾ ചെടിക്ക് നല്ലൊരു വളർച്ചയായിരിക്കും. ഞാനൊരു കുഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, MINIS മിനീസ് കിച്ചൺ ആൻഡ് കുഞ്ഞി കൃഷി എന്ന് പറഞ്ഞിട്ട്. അതിൽ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരും അതൊന്ന് നോക്കിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ.